ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് PSCയുടെ ഫോറൻസിക് സയന്റിഫിക് ഓഫീസറുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സാം റിലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും കണക്ട് ചെയ്ത് വരാവുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. അതായത് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് റിക്വയർ ചെയ്യുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, മറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ കണക്റ്റഡ് ബാക്കി ഏരിയാസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചർ greater will be the stability. Otherwise, higher the number of alpha hydrogen atom, higher will be the stability. അപ്പോൾ കാർബോകാറ്റോണിന്റെ ആൽഫ ഹൈഡ്രജൻ കാണാനായിട്ട് കാർബോകാറ്റോൺ എന്ന് പറയുമ്പോൾ ആ കാർബണിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ നമ്മൾ ആൽഫ ഹൈഡ്രജൻ കാണാനായിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്ക് വിരൽ ചൂണ്ടുക. ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് കാർബണിലുള്ള ഹൈഡ്രജന്റെ എണ്ണത്തിനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നോക്കാം, CH3 CH2+. ഇവിടെ ഏത് കാർബൺ ആണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്? യെസ്, ഈ ഫസ്റ്റ് കാർബൺ. സോ സെക്കൻഡ് കാർബൺ ആണ് ആൽഫ കാർബൺ. സോ ആ ആൽഫ കാർബണിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എണ്ണമുണ്ട്. അതാണ് 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം. ക്ലിയർ ആയോ? അടുത്തത് CH3 CH2 CH2+. ഏതാണ് നമ്മുടെ കാർബോകാറ്റോൺ? ഇതാണ്. അവിടേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിലെ 2 ആൽഫ ഹൈഡ്രജൻ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, CH3 CH CH3 CH2+. ഏതാണ് ഇവിടുത്തെ പ്ലസ് കാർബൺ? യെസ്, ഇയാളാണ്. ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് കാർബൺ ആണ് ആൽഫ. അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. സോറി, 1 ഹൈഡ്രജൻ. ഇവിടെ 3, 2 ആൽഫ ഹൈഡ്രജൻ. ഇനി അടുത്തത് നോക്കൂ, ഇതാണ്. ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽഫ കാർബണിലേക്ക് എത്ര എണ്ണം ഉണ്ട്? 1 ആൽഫ ഹൈഡ്രജൻ ഇല്ല, 0 ആൽഫ ഹൈഡ്രജൻ. സോ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള 3 എണ്ണമുള്ള നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് ഏത്? ഇത് 1 ആട്ടോ. ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് മോർ സ്റ്റേബിൾ. അതിനുശേഷം 2 ആൽഫ ഹൈഡ്രജൻ ഉള്ള സെക്കൻഡ്, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് ഒന്നുമില്ല. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. സോ ഇങ്ങനത്തെയൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ റാഡിക്കൽസ് ബേസ് ചെയ്ത് ചോദ്യം വന്നിരുന്നു. അടുത്തത് നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ അലോട്രോപ്പുകൾ, അതിന്റെ റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങളൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. പ്രധാനമായിട്ടും അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുളറീൻ ആണ്. ഇവിടെ നമുക്ക് അരോമാറ്റിസിറ്റി റിലേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഡയമണ്ട് നോൺ അരോമാറ്റിക് ആണ്, sp3 ഹൈബ്രിഡൈസേഷൻ. ഗ്രാഫൈറ്റ് അരോമാറ്റിക് ആണ്, ഫുളറീനും അരോമാറ്റിക് ആണ്. രണ്ടും അഡീഷൻ റിയാക്ഷൻ തരും. ഓക്കെ, അടുത്തത് ഇതിലെ അരോമാറ്റിക് നോൺ അരോമാറ്റിക് ആ ഒരു ചേഞ്ച്. നോൺ അരോമാറ്റിക് അരോമാറ്റിക് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറും. ആ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഓക്കെ, എനർജി റിലീസ് ചെയ്യും. നേരെ മറിച്ച് അരോമാറ്റിക് നോൺ അരോമാറ്റിക് ആയിട്ട് മാറും. ഓക്കെ, അരോമാറ്റിക് നോൺ അരോമാറ്റിക് ആയിട്ട് മാറുമ്പോൾ അവിടെ എൻഡോതെർമിക്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആയിട്ട് മാറുമ്പോൾ എനർജി ഗെയിൻ ചെയ്യാണ്. സോ ഈ ഒരു സെക്ഷൻ, ഈ ഒരു അലോട്രോപ്പ് ഓഫ് കാർബണിന്റെ ഏതൊക്കെ അലോട്രോപ്പ് എന്നല്ല, ഇതിന്റെ കെമിസ്ട്രി ബിഹൈൻഡ് റിയാക്ഷൻസ് ഓഫ് അലോട്രോപ്സ് ഒന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ ദ ഓർഡർ ഓഫ് അരോമാറ്റിസിറ്റി. 3 കോമ്പൗണ്ട് വന്നിട്ട് ഇതിന്റെ ഓർഡർ ഓഫ് അരോമാറ്റിസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് റെസൊണൻസ് എനർജി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റർ ദ റെസൊണൻസ് എനർജി പെർ ബെൻസീൻ റിംഗ്. നമ്പർ ഓഫ് ബെൻസീൻ റിംഗ്സിന്റെ അനുസൃതമായിട്ട് റെസൊണൻസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഗ്രേറ്റർ ആണെങ്കിൽ അരോമാറ്റിസിറ്റി ഗ്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? എ കോമ്പൗണ്ട്, ബെൻസീൻ ആണ്. അതിന്റെ റെസൊണൻസ് എനർജി പെർ റിംഗ് കാണുക.
റെസൊണൻസ് എനർജി 36 എത്ര റിംഗ് ഉണ്ട്? ഒരൊറ്റ ബെൻസീൻ റിംഗേ ഉള്ളൂ. 36/1 36. അടുത്തത് നാഫ്തലീൻ ആണ്. അതിന്റെ RE ബൈ റിംഗ് RE തന്നിട്ടുണ്ട് -59. സോ -59 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റിംഗ്സ് 2 ആണ്. -59/2 ദാറ്റ് ഈസ് ഏകദേശം 29.5 വരും. നെക്സ്റ്റ് സി അതാണ് ആന്ത്രസീൻ ആണ്. അതിന്റെ 71 ആണ്. മൊത്തം 3 റിംഗ് ഉണ്ട്. സോ 71/3. സോ 23 പോയിന്റ് സംതിങ് വരും. സോ ദ മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, റെസൊണൻസ് എനർജി പെർ റിംഗ് 36 വന്നിരിക്കുന്ന ആളാണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് പറയും. സോ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു താലിഡോമൈഡിന്റെ 2 ഐസോമർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. താലിഡോമൈഡ് അന്ന് ചോദിച്ചത്, കഴിഞ്ഞ FSOയ്ക്ക് ചോദിച്ചത് ഇതിന്റെ R ഐസോമർ ആണോ S ഐസോമർ ആണോ യൂസ് ചെയ്തതെന്ന്, ആ ഒരു റിലേറ്റഡ് ചോദ്യമാണ്. അപ്പോ താലിഡോമൈഡിന്റെ R ഐസോമർ മോർണിംഗ് സിക്നസിന് വേണ്ടി യൂസ് ചെയ്യും. ദെൻ S ഐസോമർ ടെറാട്ടോജനിക് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ചോദിച്ചു തന്നെയാണ്. പിന്നെ ഒരെണ്ണം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനോട് കൂടെ വരുന്നതാണ് പ്രൊപ്പനോലോൾ. പ്രൊപ്പനോലോൾ ഡ്രഗ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് തന്നെ 2 പർപ്പസ് ഉണ്ട്. അതിന്റെ R ഐസോമർ കോൺട്രാസെപ്റ്റീവ് ആയിട്ടും S ഐസോമർ ആന്റി ഹൈപ്പർ ടെൻസീവും. സോ R പ്രൊപ്പനോലോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. താലിഡോമൈഡ് ചോദിച്ചുണ്ട്. R പ്രൊപ്പനോലോള് കോൺട്രാസെപ്റ്റീവ്. Then S propanol ആന്റി ഹൈപ്പർ ടെൻസീവ്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോവുക. പിന്നെ നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ്, അലീൻസിന്റെ കൈറാലിഡ്, അതും ചോദിക്കാം. അലീൻസ് കുറെ കോമ്പൗണ്ട് വന്നിട്ട് ഇതിനകത്ത് കൈറാൽ ഏത് അല്ല. അപ്പൊ ഇതിന് എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഈവൻ ആണോ എന്ന് നോക്കുക. പിന്നെ പ്രോപ്പർലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, ആ കാർബണുകളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാണോ വന്നിരിക്കുന്നത്. ഒരൊറ്റ കാർബൺ, ഫസ്റ്റ് കാർബണിൽ എയും ബിയും വ്യത്യസ്തമായിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മുടെ തേർഡ് കാർബണിൽ CD ആകാം, അല്ലെങ്കിൽ എയും ബിയും ആകാം. ഒരേപോലെ ആവരുത്, അതായത് A ആവരുത്. ഒരു സൈഡിൽ ഒരേപോലെയുള്ള ആറ്റംസ് വരരുത്. പിന്നെ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. ഈ 2 കാര്യമാണ് കൈറാലിറ്റി ഓഫ് അലീൻസ് നോക്കാനായിട്ട് മനസ്സിലാക്കേണ്ട ട്രിക്ക്. അപ്പൊ ഫസ്റ്റിൽ എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 2 ഉണ്ട്, ഈവൻ ആണ്. ഇവിടെ ഒന്ന് ക്ലോറിൻ, അടുത്തത് ഹൈഡ്രജൻ. വ്യത്യസ്തമല്ലേ? ഇവിടെ ഒരു ക്ലോറിൻ, വേറെ ഹൈഡ്രജൻ, രണ്ടും വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് അല്ലെ. ഒരു കാർബണില്, ഒരു പെർട്ടിക്കുലർ ലെഫ്റ്റ് സൈഡിലുള്ള കാർബണിൽ 2 വ്യത്യസ്ത ആൾക്കാരായിരിക്കണം, റൈറ്റിലും വ്യത്യസ്ത ആയിരിക്കണം. മീൻസ് ലെഫ്റ്റിലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് തന്നെ റൈറ്റിൽ വന്നാൽ തെറ്റില്ല. സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിക്കേ, ഇവിടെ Cl, ഇവിടെ H, ഇവിടെ Br, Cl. ഓക്കെ, അത് എന്താണ്? പ്രോപ്പർലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഡിഫറെന്റ് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. ഡബിൾ ബോണ്ട് 1, 2. സോ ഇറ്റ് ഈസ് കൈറാൽ. അടുത്തത് നോക്കിക്കേ, 1, 2, 3, 4. 4 ഡബിൾ ബോണ്ട്. Br, Cl, H, F. ഇറ്റ് ഈസ് കൈറാൽ. ഓക്കെ, അടുത്ത കോമ്പൗണ്ടോ? നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് 1, 2, 3. 3 ഡബിൾ ബോണ്ട്സ്. സോ ഓഡ് നമ്പർ. ഓഡ് നമ്പർ വന്നാൽ അക്കൈറാൽ, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇത് കൈറാൽ ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് PSC എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയാസ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ് ഐസോമർ? തന്നിരിക്കുന്നതിനകത്ത് സിസ് ഐസോമർ ഏത്? വളരെ ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യം. തന്നിരിക്കുന്നതിനകത്ത് സിസ് ഐസോമർ, അത് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ സൈക്ലോഹെക്സൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് സിസും ട്രാൻസും തിരിച്ചറിയുക എന്നുള്ളതാണ്.
1,2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈനിലാണെങ്കിൽ സിസ് ആണ് വരുന്നതെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂൻസ് ഒരെണ്ണം ആക്സിയലിലും ഒരെണ്ണം ഇക്വറ്റോറിയലും, അല്ലെങ്കിൽ തിരിച്ചു ആദ്യത്തെ ആൾ ഇക്വറ്റോറിയലില്, രണ്ടാമത് നിൽക്കുന്ന ആള് ആക്സിയൽ. ട്രാൻസ് വരുവാണെങ്കിൽ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂന്റും സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂന്റും ആക്സിയൽ ആയിട്ട് നിൽക്കും. ഉദാഹരണം നോക്കിക്കേ, ഇത് 1,2 ആണ്. ഫസ്റ്റിലും സെക്കൻഡ് പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂന്റ് വന്നു. കണ്ടോ, ആക്സിയൽ എന്ന് പറഞ്ഞാൽ നേരെ, യെസ്, ഒരാൾ ആക്സിയൽ, ഒരെണ്ണം ഇത് ചരി, അത് ഇക്വറ്റോറിയൽ. അപ്പം ആക്സിയൽ ഇക്വറ്റോറിയൽ വന്നാൽ അത് സിസ്. ഇത് നേരെ തിരിച്ചു നോക്കിക്കേ, ഇത് ആക്സിയൽ, ഇതും ആക്സിയൽ, അല്ലെങ്കിൽ ഇത് രണ്ടും ഇക്വറ്റോറിയൽ, ചരിഞ്ഞ്, അങ്ങനെ വന്നാലോ ട്രാൻസ്. 1,4 സിമിലർ ആയിട്ട് തന്നെ സെയിം സിസ്, എ ഇ ആക്സിയൽ, ഒരാള് ഫസ്റ്റ് പൊസിഷനിലുള്ളത് ആക്സിയൽ, ഫോർത്ത് പൊസിഷനിലുള്ളത് ഇക്വറ്റോറിയൽ. ട്രാൻസ് ആ വരുന്നെങ്കിൽ സിമിലർ ടു 1,2 1,4 സിമിലർ രീതിയാണ്. നേരെ മറിച്ച് 1,3 ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സിസ് എന്ന് പറഞ്ഞാൽ രണ്ടും ആക്സിയലും അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ആയിട്ട് വരണം. ട്രാൻസ് ഒരെണ്ണം ആക്സിയലും ഒരെണ്ണം ഇക്വറ്റോറിയലും. അപ്പൊ ഇതിനകത്ത് സിസ് ഐസോമർ ഏതെന്നാ ചോദ്യം. ഇത് 1 2 1 2 3 4 1 2 3 1 2 3. സോ 1 3 1 3 1 4. അപ്പൊ ഇതിവിടെ ആക്സിയൽ അല്ലല്ലോ, ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ 1 2. ഇവിടെ ഒരെണ്ണം ആക്സിയല്, ഒരെണ്ണം ആക്സിയൽ. ഓക്കെ, അടുത്തതോ രണ്ടും ചരിഞ്ഞാ നിൽക്കുന്നത്, ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ. ഇവിടെ ഒരെണ്ണം ആക്സിയൽ, ഒരെണ്ണം ഇക്വറ്റോറിയൽ. നമുക്ക് റിലേഷൻ നോക്കാം. സിസ് വരണം അല്ലെ. സിസ് വരണമെങ്കിൽ 1 3 എ ഇ നോക്കിക്കേ, 1 3 എ ഇ 1 3 എ ഇ വന്നാൽ അത് ട്രാൻസ് ആണ്. 1 3 എ ഇ ട്രാൻസ്. Then 1 3 E യോ, 1 3 E ഇത് E കേട്ടോ. 1 3 E സിസ്, 1 3 E സിസ്. 1 4 A 1 4 A യെസ് ട്രാൻസ്. കിട്ടുന്ന 1 2 E യോ, 1 2 E അതും ട്രാൻസ്. കിട്ടിയ ആൻസർ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. അപ്പൊ അത്രയും റിലേഷൻ പഠിച്ചിട്ട് പോയാൽ ഇത്തരത്തിലുള്ള ചോദ്യം എളുപ്പമായിട്ട് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റീരിയോ കെമിസ്ട്രി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണാനായിട്ട് ചോദിക്കും. സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട്, ഡി ഫോം എൽ ഫോം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനാൻഷ്യോമറിക് എക്സസ് കാണാനായിട്ടാണ് ചോദ്യം. സോറി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണാനായിട്ടാണ് ചോദ്യം. അപ്പൊ എനാൻഷ്യോമറിക് എക്സസിന്റെ ഇക്വേഷൻ പഠിക്കുക, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ. അപ്പൊ നമുക്ക് ഈ കാണാനായിട്ട് ജസ്റ്റ് പെർസെന്റേജ് ഓഫ് ഡി മൈനസ് പെർസെന്റേജ് ഓഫ് എൽ കണ്ടാൽ മതി. ദാറ്റ് മീൻസ് 90 മൈനസ് 10 80. സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട് 20. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണാൻ 80 EE into specific rotation 20 divide by 100 അല്ലേ. ദാറ്റ് ഈസ് 16 ആണ് എനാൻഷ്യോമറിക് എക്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇത്തരത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധ്യതയില്ല. 16 ആണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇനാൻഷ്യോമറിക് എക്സസ് കാണാനായിട്ടാണ്. എന്ത് ചെയ്താൽ മതി? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ. ദാറ്റ് മീൻസ് 18 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100. ദാറ്റ് ഈസ് 90 ആണ് എന്ത് ഇനാൻഷ്യോമറിക് എക്സസ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ പഠനത്തില് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് പോവുക. ടോസ് അക്കാഡമി മറ്റൊരു വീഡിയോയിൽ ഇതുപോലെയുള്ള വേറെ ടൈപ്പ് ചോദ്യങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ചാനലിൽ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇങ്ങനത്തെ ഏരിയാസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും PSC ഉടനെ കിട്ടട്ടെ, FSO തന്നെ കിട്ടി ഗസറ്റഡ് പോസ്റ്റ് നേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്